സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു സംവാദത്തിനാണ് വഴിയൊരുങ്ങുന്നത്. നിർണായക തെരഞ്ഞെടുപ്പ് വേളയിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. സംവാദം നടക്കുമെന്ന് ഉറപ്പിക്കാനാകില്ലെങ്കിലും പരസ്പരം വെല്ലുവിളിച്ച ഇരുവരുടെയും നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൗതുകം ജനിപ്പിക്കുകയാണ്. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതരാകുന്ന ഇരുവരും നിയമസഭയ്ക്ക് പുറത്ത് ആദ്യമായി നേർക്കുനേർ വന്നാൽ എന്താകും സംഭവിക്കുക? വിശകലനങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംവാദം സംഭവിക്കുമോ എന്നറിയില്ല. സംഭവിച്ചാൽ അത് ചരിത്രം. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയല്ലേ? തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപോ പിൻപോ ഒന്നും തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംവാദം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോരടിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവർ പരസ്പരം സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി പട്ടികകളൊക്കെ പൂർത്തിയായി തെരഞ്ഞെടുപ്പിലേക്ക് സജീവമായി കടക്കുന്ന ആ സമയം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എന്ന രീതിയിലുള്ള അവർ നേർക്കുനേർ വരുന്ന ഒരു കാഴ്ചകളാണ് ഏറ്റവും അധികം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഡീൽ എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. അതിനൊക്കെ തന്നെ ഓരോ ദിവസവും അതിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി മറുപടി പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ മാത്രമുള്ള ഒരു പോരായി മാറുന്ന ഒരു സാഹചര്യം. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ രണ്ടുപേരും തമ്മിൽ പോരടിക്കുന്നത് കൊണ്ട് RSS ബന്ധമൊക്കെ ഉയർത്തിക്കാട്ടി ആരാണ് ഏറ്റവും കൂടുതൽ RSSന്റെ ബന്ധു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമൊക്കെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്തുന്നു. അത് ഏറ്റവും കൂടുതൽ അതൊരു പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പരസ്പരം സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നതൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നുണേശൻ എന്ന രീതിയിൽ ഇടത് ക്യാമ്പുകളൊക്കെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലൊക്കെ അത് ആഘോഷമാക്കി മാറ്റുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവാകട്ടെ പിണറായി അല്ല അത് നുണറായി എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നു. അത് UDF ക്യാമ്പുകളിലൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ അതും വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അനാരോഗ്യകരമായ എന്ന രീതിയിൽ പോലും പറയുന്ന ചില ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ചില വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലാണ് ഇവർ പരസ്പരം സംവാദത്തിന് തുറന്ന പോരിനെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒരു അപൂർവമായ ഒരു സംവാദം തന്നെയായിരിക്കും. ഇതൊന്നും തന്നെ നിയമസഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരുന്നു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അത് ആകാംക്ഷയും കൗതുകവും ജനിപ്പിക്കുന്നതാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അത് നടക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനാകില്ല. എങ്കിൽ പോലും ഈ വിവാദ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് അത് വിട്ടുമാറി അപ്പോഴെങ്കിലും ഒരു വികസന വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉയരുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ആദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഒരുപക്ഷെ SDP ബന്ധം തന്നെയാകും. അങ്ങനെയെങ്കിലും മാധ്യമപ്രവർത്തകർ ഇന്ന് കൊല്ലത്ത് ചോദിച്ചപ്പോൾ തന്നെ ആ ഒരു ചോദ്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, അങ്ങനെ വരുമ്പോൾ സംവാദത്തിന്റെ ഒരു അതിന്റെ ഒരു പരിണിത ഫലമൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ്. എന്നാലും അവസാന ലാപ്പിലെങ്കിലും ഈ വികസന വിഷയം ചർച്ചയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നാളെ ഇടതുമുന്നണി NDAയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നു. ഏപ്രിൽ 2-ന് UDFന്റെയും LDFന്റെയും പ്രകടന പത്രികകൾ പുറത്തിറങ്ങുകയാണ്. ആ അവസാന നിമിഷമെങ്കിലും ജനോപകാരപ്രദമായ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീജ, തീർച്ചയായും. എന്തായാലും വെല്ലുവിളികൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി സംവാദം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് അറിയേണ്ടതായിട്ടുള്ളത്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.